നമ്മൾ ഇവിടെ ഈ വരുന്ന 2025 RRB ALP എക്സാം എപ്പോഴായിരിക്കും എന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പോവാണ്. എന്തായാലും സെപ്റ്റംബർ കഴിഞ്ഞിട്ടായിരിക്കും എക്സാം ഉണ്ടാവുള്ളൂ. നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് സെപ്റ്റംബർ വരെയെങ്കിലും എക്സാമിന് പ്രിപ്പയർ ചെയ്യാനുള്ള സമയം കിട്ടും. ഹലോ എവ്രിവൺ, NT ടെക്നിക്കൽ എക്സാംസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മളെല്ലാവരും കാത്തിരുന്ന RRB ALP അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ ഈ വരുന്ന ഏപ്രിൽ 10 റിലീസാകും അല്ലേ. അപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം ആപ്ലിക്കേഷൻ വിൻഡോ ഓപ്പൺ ആകും. അതിനുശേഷം നിങ്ങളുടെ ഫീ പേയ്മെന്റിന്റെ ഓപ്ഷൻസ് അവൈലബിൾ ആയിരിക്കും, കറക്ഷൻ വിൻഡോ ഉണ്ട്, ഇതൊക്കെ ആ ഒരു പ്രൊസീജിയർ ഉണ്ട്. എന്നാൽ ഇതെല്ലാം കഴിഞ്ഞിട്ട് എപ്പോഴായിരിക്കും നമ്മുടെ ആക്ച്വൽ എക്സാം നടക്കുക, എക്സാമിന്റെ ഡേറ്റ് എപ്പോഴായിരിക്കും? സോ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യാൻ പോകുന്നത് ഇതിനു മുൻപ് നടന്നിരിക്കുന്ന RRB ALP എക്സാംസിന്റെ ഏകദേശം ആ ഒരു പ്രൊസീജിയർ അനുസരിച്ച് ആ ടൈം ലൈൻ ഒക്കെ നോക്കി നമ്മൾ ഇവിടെ ഈ വരുന്ന 2025 RRB ALP എക്സാം എപ്പോഴായിരിക്കും എന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പോവാണ്. അതാണ് നമ്മൾ ഇന്നിവിടെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. RRB ALP എക്സാം എന്താണെന്ന് എല്ലാവർക്കും അറിയാലോ, ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും പറയുന്നൊന്നുമില്ല. ALP എന്ന് പറയുന്നത് അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് എക്സാമിനേഷൻ ആണ്. റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ കീഴിൽ വരുന്ന ലോക്കോ പൈലറ്റ്സിനെ, അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ്സിനെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു എക്സാം ആണ് ALP എക്സാം എന്ന് പറയുന്നത്. 3 സ്റ്റേജ് ആണ് ഇതിനുള്ളത്. CBT1, CBT2, അതിൻ്റെ കൂടെ CB80 ഉണ്ട്. അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഈ വീഡിയോയുടെ അവസാനം നമുക്ക് ഡിസ്കസ് ചെയ്യാം. പക്ഷെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ ടൈം ലൈൻ ആണ് അല്ലെ. ഇതിന് മുൻപ് നടന്നിരിക്കുന്ന RRB ALP എക്സാംസിന്റെ ടൈം ലൈൻ വെച്ചിട്ട് ഈ വരുന്ന എക്സാം എപ്പോഴായിരിക്കും എന്ന് നമുക്ക് ജസ്റ്റ് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ആദ്യം സെലക്ട് ചെയ്തിരിക്കുന്നത് 2024, അതായത് കഴിഞ്ഞ വർഷം നടന്ന എക്സാമിനേഷൻ്റെ ടൈം ലൈൻ ആണ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും 1, 2, 3 എന്നൊക്കെ പറഞ്ഞാൽ നമ്മളിവിടെ റോഡ് മാപ്പിൽ മാർക്ക് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. സോ ഇവിടെ കഴിഞ്ഞ വർഷത്തെ ALPയുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നത് ജനുവരി 18, 2024 18-ന്റെയും 20-ന്റെയും ഇടയ്ക്ക്, ആ ഗ്യാപ്പിൽ 19-ാം തീയതി ആണെന്ന് തോന്നുന്നു എക്സാക്ട് വന്നത്. അപ്പോൾ ഈ ഗ്യാപ്പിലായിരുന്നു, ജനുവരി 2024 നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ജനുവരി 20 മുതൽ ഫെബ്രുവരി 19 വരെ വരുന്ന 1 മാസക്കാലത്തോളം നമ്മുടെ ആപ്ലിക്കേഷൻ വിൻഡോ ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇത് ആപ്ലിക്കേഷൻ വിൻഡോ ഓപ്പൺ ആണെങ്കിൽ തന്നെ വേറെ കുറേ പ്രൊസീജിയേഴ്സ് അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവും അല്ലെ. കറക്ഷൻ വിൻഡോ ഉണ്ടാവും, ആപ്ലിക്കേഷൻ വിൻഡോ ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി ആ ആക്റ്റീവ് ആയിരിക്കുന്ന സമയത്ത് കഴിഞ്ഞ് 2 ദിവസത്തേക്ക് നമ്മുടെ പേയ്മെന്റിന്റെ ഓപ്ഷൻസ് ഒന്നും കൂടെ അവൈലബിൾ ആയിരിക്കും. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മളപ്പോൾ അതിലേക്കൊന്നും പോകുന്നില്ല. നമ്മുടെ മേജർ ആയിട്ടുള്ള മൈൽ സ്റ്റോൺസ് ഏതൊക്കെയാണെന്ന് മാത്രമേ നോക്കുന്നുള്ളൂ. നെക്സ്റ്റ് ഇങ്ങനെ നമ്മുടെ നിങ്ങളുടെ ആപ്ലിക്കേഷന്റെ സ്റ്റേറ്റസ് ചെക്ക് ചെയ്യാനുള്ള ഡേറ്റ് ഓഗസ്റ്റിലായിരുന്നു. അതിനുശേഷം സോൺ ചേഞ്ചിന് ഓപ്ഷൻ കൊടുത്തിരുന്ന അവസാന തീയതി ഓഗസ്റ്റ് 7, 2024 ഇതെല്ലാം കഴിഞ്ഞ്, ഈ പ്രൊസീജിയേഴ്സ് എല്ലാം കഴിഞ്ഞ് നമ്മുടെ ആക്ച്വൽ എക്സാം നടന്നത് നവംബർ 25, 6, 7, 8, 29 തീയതികളിലായിരുന്നു. ഓക്കെ, അപ്പൊ ഇത്രയും മനസ്സിലായല്ലോ എല്ലാവർക്കും. അപ്പൊ നമ്മളിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ജനുവരിയിൽ വന്ന നോട്ടിഫിക്കേഷൻ, അതിന്റെ എല്ലാ പ്രൊസീജിയറും കഴിഞ്ഞ് നമ്മുടെ ആക്ച്വൽ എക്സാം നടന്നത് നവംബറിലായിരുന്നു. ഇത് നമ്മുടെ 2024 കാര്യമാണ്. അപ്പൊ അതിന് തൊട്ട് മുമ്പ് നടന്നിട്ടുണ്ടായിരുന്നു 2018 എക്സാമിൽ എന്തായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്? അവിടെ നോട്ടിഫിക്കേഷൻ ഒരു ഫെബ്രുവരിയിലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. സോ ഫെബ്രുവരി 3, 2018 നമ്മുടെ നോട്ടിഫിക്കേഷൻ വന്നു. ഫെബ്രുവരി 3 തൊട്ട് ഏകദേശം 1 മാസത്തോളം ഇവിടെ നമ്മുടെ ആപ്ലിക്കേഷൻ വിൻഡോ ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നു. അതിന് ഫീ പേയ്മെന്റിന്റെ ഒക്കെ ഡേറ്റ് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. എന്നിട്ട് നിങ്ങളുടെ ഏത് സെഷനാണ് തുടങ്ങിയിട്ടുള്ള ഇന്റിമേഷൻ നിങ്ങൾക്ക് ലഭിച്ചത് ജൂലൈയിലായിരുന്നു. ഇനി അഡ്മിറ്റ് കാർഡ് എക്സാമിന് മുമ്പ് കുറച്ച് ദിവസം മുമ്പാണ്, 10 to 14 days ആണ് നോർമലി വരിക. പക്ഷേ ഇത് 4 days prior to the എക്സാം ആയിരുന്നു. ആപ്ലിക്കേഷൻ നിങ്ങളുടെ ഹാൾ ടിക്കറ്റ് അല്ലെങ്കിൽ അഡ്മിറ്റ് കാർഡ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇതെല്ലാം കഴിഞ്ഞ് ഓഗസ്റ്റിലായിരുന്നു എക്സാം നടന്നത്. ഓക്കെ, അപ്പോൾ ഇത് ക്ലിയർ ആവുന്നുണ്ടോ എല്ലാവർക്കും? ഇവിടെ ഫെബ്രുവരിയിൽ വന്ന നോട്ടിഫിക്കേഷൻ, ഇവിടെ ഓഗസ്റ്റിലായിരുന്നു എക്സാം നടന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ ഇത് മൾട്ടിപ്പിൾ ഷിഫ്റ്റുകളിലായിട്ടാണ് ALPയുടെ ഒക്കെ എക്സാംസ് നടക്കുക, നിങ്ങൾക്ക് അറിയാം അല്ലേ. അപ്പോൾ ഈ 2 കാര്യവും വെച്ചിട്ട് നമുക്ക് ഇതിൽ നിന്നും ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമത്തത്, 2024 നോട്ടിഫിക്കേഷൻ വന്നത് ജനുവരിയും എക്സാം നടന്നത് നവംബറിലുമാണ്. ഏകദേശം എക്സാക്ട്ലി അല്ല, ഏകദേശം 10 മാസത്തോളം നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷമാണ് എക്സാം നടന്നത്. ഓക്കെ, ഇനി 2018 കാര്യം നോക്കുകയാണെങ്കിലോ, 2018 കാര്യമാണെങ്കിൽ ഏകദേശം 6 മാസത്തെ ഗ്യാപ്പ് ഉണ്ടായിരുന്നു എക്സാം വന്നതിന് ശേഷം.
നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം എക്സാം നടക്കുന്നത് വരെ. ഓക്കെ, അപ്പോൾ ഇത്രയും ഒരു ഗ്യാപ്പ് ഇവിടെ വരുന്നത് നമുക്കത് ആക്ച്വലി ഗുണമാണോ അതോ ദോഷമാണോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ഒരു പക്ഷേ നിങ്ങൾ ഓൾറെഡി പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരായിരിക്കും. അങ്ങനെ എന്താണെങ്കിലും തന്നെ നിങ്ങൾ നോട്ടിഫിക്കേഷനിൽ വന്ന സമയത്ത് ആപ്ലിക്കേഷൻ വിൻഡോ ഓപ്പൺ ആകുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യും അല്ലേ? അപ്പോൾ നിങ്ങൾ ഏജൊക്കെ എലിജിബിൾ ആവുന്നത് കൊണ്ടായിരിക്കും നിങ്ങൾ സബ്മിറ്റ് ചെയ്യുന്നുണ്ടാവുക. സോ അതിനുശേഷം ഇത്രയും ഗ്യാപ്പ് വരുമ്പോൾ ഒന്നുകൂടി നിങ്ങൾ എത്ര പഠിച്ചിട്ടുള്ള ആളുകളാണെങ്കിലും ഒരുപാട് മോക്ക് ടെസ്റ്റുകൾ എടുത്ത് നിങ്ങളുടെ പ്രിപ്പറേഷൻ ഒന്നുകൂടി ഷാർപ്പ് ആക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഇത്രയും വലിയൊരു ഗ്യാപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, എല്ലാ ടെക്നിക്കൽ എക്സാംസും ഇങ്ങനെയല്ല. ചില എക്സാംസ് ഒക്കെ 1 മാസം 1.5-2 മാസത്തിനുള്ളിലൊക്കെ തന്നെ എക്സാംസ് നോട്ടിഫിക്കേഷൻസ് വന്നു കഴിഞ്ഞ ഉടനെ വിളിക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു ഗ്യാപ്പ് വരുന്നത് നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ കഴിഞ്ഞ 2 തവണയും ഇങ്ങനെ വന്നതുകൊണ്ട് ഇതിന് മുമ്പത്തെ നമ്മുടെ ആ ഒരു കമ്പാരിസൺ വെച്ച് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്നത് ഏകദേശം ഒക്ടോബറിന് ശേഷം അല്ലെങ്കിൽ ഒക്ടോബർ 2nd വീക്ക് തൊട്ട് ഫെബ്രുവരി 1st വീക്ക് വരെയുള്ള ഏതെങ്കിലും ഒരു സമയത്തായിരിക്കും നമ്മുടെ എക്സാം ഉണ്ടാവുക എന്നാണ് ഈ തന്നിരിക്കുന്ന ഡേറ്റ് വെച്ച് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്നത് കേട്ടോ. സോ നമ്മളിത് എക്സാക്റ്റ് ഇങ്ങനെ തന്നെ ആയിരിക്കും എന്ന് ഉറപ്പിച്ച് പറയല്ല, നമ്മുടെ പ്രഡിക്ഷൻ ആണിത്. എന്തായാലും സെപ്റ്റംബർ കഴിഞ്ഞിട്ടായിരിക്കും എക്സാം ഉണ്ടാവുള്ളൂ. നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് സെപ്റ്റംബർ വരെയെങ്കിലും എക്സാമിന് പ്രിപ്പയർ ചെയ്യാനുള്ള സമയം കിട്ടും. അതാണ് നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. ഓക്കെ, അപ്പോൾ ഇനി എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ടാണ് ഒരു എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം എക്സാം ഡേറ്റ് വൈകുന്നത് അല്ലെങ്കിൽ നേരത്തെ ആവുന്നത്? അതൊക്കെ മെയിൻ ആയിട്ടും ഡിപ്പെൻഡ് ചെയ്യുന്നത് 3-4 ഫാക്ടേഴ്സിനെയാണ്. അതിൽ ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒന്ന് നമ്പർ ഓഫ് ആപ്ലിക്കൻസ് ആണ്. സോ നിങ്ങൾക്കറിയാം, നമ്പർ ഓഫ് ആപ്ലിക്കൻസ് കൂടുന്തോറും റെയിൽവേയുടെ റിക്രൂട്ട്മെന്റ്സ് ഒക്കെ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം അല്ലെ? ഇന്ത്യയിലുള്ള എല്ലാവരും അപ്ലൈ ചെയ്യുന്നതാണ്. ഒരുപാട് വലിയ വലിയ മാസ് ആയിട്ടുള്ള റിക്രൂട്ട്മെന്റ്സ് ആണ് നടത്തുന്നത്. സോ അതുകൊണ്ട് തന്നെ നമ്പർ ഓഫ് ആപ്ലിക്കൻസ് ഒത്തിരി കൂടുതലാണ്. അപ്പൊ നമ്പർ ഓഫ് ആപ്ലിക്കൻസ് കൂടുന്നതിനനുസരിച്ച് നമ്പർ ഓഫ് ഷിഫ്റ്റുകളും, അതായത് ഈ ഓരോ എക്സാംസ് പല പല ഷിഫ്റ്റുകളായിട്ടാണല്ലോ നടത്തുന്നത്. അപ്പൊ നമ്പർ ഓഫ് ഷിഫ്റ്റുകളും അതിന് വേണ്ടിയിട്ടുള്ള അറേഞ്ച്മെന്റ്സ് ഒക്കെ കൂടും. സോ മൊത്തത്തിൽ നമ്മുടെ എക്സാമിന്റെ ഇൻഫ്രാസ്ട്രക്ചറിനെയും അതിന്റെ സപ്പോർട്ടിംഗ് ആയിട്ടുള്ള കാര്യങ്ങളെയൊക്കെ തീരുമാനിക്കുന്നത് നമ്മുടെ നമ്പർ ഓഫ് ആപ്ലിക്കൻസ് ആണ്. സോ നമ്പർ ഓഫ് ആപ്ലിക്കൻസ് കൂടുന്നതിനനുസരിച്ച് ഡെഫിനറ്റ്ലി അതിൽ എന്തെങ്കിലും ഒരു ഡിലേ വരാൻ സാധ്യതയുണ്ട്. അടുത്തത് അവൈലബിലിറ്റി ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ. ഈ തന്നിരിക്കുന്ന ഉദ്യോഗാർത്ഥികളെയൊക്കെ ഇത്ര ഷിഫ്റ്റുകളുടെ ഉള്ളിൽ അത് കംപ്ലീറ്റ് ചെയ്യിപ്പിക്കണം അല്ലെ? ഒരുപാട് ഗ്യാപ്പ് വിട്ടും ഷിഫ്റ്റുകൾ ഉണ്ടാവില്ല. എക്സാംസ് അടുത്തടുത്ത് തന്നെയായിരിക്കും നടക്കുക, പല ഷിഫ്റ്റുകളിലായിട്ട്. സോ അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി ഇതിൻ്റെ കൂടെ വരുന്ന ഒരു കാര്യം മറ്റ് റെയിൽവേയുടെ റിക്രൂട്ട്മെന്റ്സ് ആണ്. നിങ്ങൾക്ക് ഓൾറെഡി അറിയാം അല്ലെ? ഗ്രൂപ്പ് ഡിയുടെ നോട്ടിഫിക്കേഷൻ വന്നു, വീണ്ടും RRBയുടെ ഗ്രൂപ്പ് ഡിയുടെ നോട്ടിഫിക്കേഷനും NTPCയുടെയും വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒന്നും ഡേറ്റ് അങ്ങ് ഏകദേശം ഇതായിരിക്കും എന്നുള്ളതല്ലാതെ നമുക്ക് ഉറപ്പായിട്ടൊരു ഡേറ്റ് ഒന്നും വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതും ഈ ഒരു കാര്യത്തെ ഇന്റർവ്യൂ ചെയ്യാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് ടെക്നിക്കൽ പ്രിപ്പറേഷൻസ് ആണ്. അത് നിങ്ങളുടെ ഭാഗത്തു നിന്നല്ല, അതൊക്കെ റെയിൽവേയുടെ ഭാഗത്തു നിന്നാണ്. സോ ഇത്രയും നമ്പർ ഓഫ് ഷിഫ്റ്റുകളിൽ ഇത്രയും ഉദ്യോഗാർത്ഥികളെ അക്കോമഡേറ്റ് ചെയ്യണമെങ്കിൽ ഡെഫിനറ്റ്ലി അവർക്ക് ഒത്തിരി പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ഇവിടെ പ്രെഡിക്റ്റ് ചെയ്യുന്ന ഡേറ്റ്. അപ്പോൾ എന്തായാലും സെപ്റ്റംബർ കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങളുടെ എക്സാം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഏപ്രിലിൽ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നിങ്ങൾ ഇപ്പോൾ പഠിച്ചു തുടങ്ങുന്ന ആളാണെങ്കിൽ പോലും നിങ്ങൾ പേടിക്കേണ്ട, നിങ്ങൾക്ക് പഠിക്കാൻ സമയം ഉണ്ട്. അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതുവരെ വന്നിരിക്കുന്ന ലേറ്റസ്റ്റ് ന്യൂസ് പ്രകാരം റെയിൽവേയുടെ തന്നെ ഷോർട്ട് നോട്ടീസ് പ്രകാരം April 10th, 2025 നമ്മുടെ നോട്ടിഫിക്കേഷൻ റിലീസ് ആവുന്നത്. അതായത് വേക്കൻസീസ് ഓൾറെഡി അപ്ഡേറ്റഡ് ആയി, ആക്ച്വൽ നോട്ടിഫിക്കേഷൻ വിത്ത് എല്ലാ ഡീറ്റെയിൽസും വരുന്നത് നമ്മുടെ April 10th അതിനുശേഷമാണ് ആപ്ലിക്കേഷൻ വിൻഡോ ആക്റ്റീവ് ആവും. ഓക്കെ, അപ്പോൾ ആ ഒരു ഷോർട്ട് നോട്ടീസ് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ കാണാത്തവർക്ക് വേണ്ടി ജസ്റ്റ് നമ്മൾ എടുത്തുന്നേ ഉള്ളൂ. അപ്പോൾ ഇത് അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് എക്സാംസിന്റെ വേക്കൻസി പറയുന്ന ഒരു ഷോർട്ട് നോട്ടീസ് ആണ്. സോ ഇവിടെ 9,900+ വേക്കൻസീസ് ആണ്. ഞാൻ പറഞ്ഞു എപ്പോഴും റെയിൽവേ മാസ് റിക്രൂട്ട്മെന്റ് ആണ് നടത്തുന്നത്. ഇതിനു മുമ്പ് 2024 നടന്നു, അതിനു മുമ്പ് 2018, ഇപ്പോൾ 2025. ഇനി തൊട്ട് എല്ലാ വർഷവും റിക്രൂട്ട്മെന്റ് ഉണ്ടാകും. ആനുവലി SSC ഒക്കെ ചെയ്യുന്നത് പോലെ റെയിൽവേയുടെ കാലണ്ടർ വരും എന്നാണ് ഇതുവരെ നമുക്ക് കിട്ടിയിരിക്കുന്ന ഇൻഫർമേഷൻ. സോ അത് പ്രകാരം ഇവിടെ 9,000+ വേക്കൻസീസ് ഇത്തവണയുണ്ട്. അടുത്ത വർഷവും വേക്കൻസീസ് ഉണ്ടാകും. ഇതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ April 10th സ്റ്റാർട്ട് ചെയ്യുന്ന ആപ്ലിക്കേഷൻ വിൻഡോ 1 മാസത്തേക്കായിരിക്കും ആക്റ്റീവ് ആയിട്ടുണ്ടാവുക. ആൻഡ് ഇനീഷ്യൽ പേ ഒക്കെ നിങ്ങൾക്ക് അറിയാം അല്ലേ? സോ ഇവിടെ ജനറലി 18 to 30 years ആണ് ഇവിടെ നമ്മുടെ
ഏജ് റിക്വയർമെന്റ്സ് വരുന്നത് അതിൽ കോവിഡ് ബേസ്ഡ് ആയിട്ടുള്ള റിലാക്സേഷൻ +3 ഇയേഴ്സ് ഉണ്ടോന്നും, അല്ലെങ്കിൽ നമ്മുടെ OBC ബേസ്ഡ് റിലാക്സേഷൻ +3 ഇയേഴ്സ്, SC ST +5, അതൊക്കെ നമ്മുടെ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ആയിരിക്കും നമുക്ക് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് അറിയാം. അതിലൊന്നും മാറ്റം ഉണ്ടാവാൻ സാധ്യതയില്ല. ഒക്കെ നോർമലായിട്ട് ആ സാധാരണ പോകുന്നത് പോലെ തന്നെയായിരിക്കും. സെക്കൻഡ് പേ ലെവൽ CPC പ്രകാരം സെക്കൻഡ് പേ ലെവലിൽ വരുന്ന ഒരു ജോബാണ് റെയിൽവേയുടെ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് എന്ന് പറയുന്ന ജോബ് പ്രൊഫൈൽ. ഓക്കെ, അപ്പോൾ ഇനീഷ്യൽ പേ ആണ് 90,000. അതിന്റെ കൂടെ തന്നെ ഇഷ്ടംപോലെ റെയിൽവേയിലെ ജോലിയാണ് അല്ലെ, റെയിൽവേയുടെ മാത്രമായിട്ടുള്ള ബെനിഫിറ്റ്സ് ഒക്കെ ഇഷ്ടംപോലെ ഉണ്ട്. അതുകൂടാതെ ജനറലി കിട്ടുന്ന DA TA HRA അതെല്ലാം തന്നെ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ എല്ലാവരും കാത്തിരിക്കുന്നത് ഏപ്രിൽ 10-ാം തീയതി വരുന്ന നോട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് തന്നെയാണ്, അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ വിൻഡോ തുറക്കുന്നതിന് വേണ്ടി തന്നെയാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആപ്ലിക്കേഷൻ വിൻഡോ ഒക്കെ തുറന്നല്ലോ, ഇനി പഠിക്കാൻ സമയമുണ്ടോ എന്ന് ആരും ഡിസ്കറേജ്ഡ് ആവരുത്. അതിന് വേണ്ടിയിട്ടാണ് സെപ്റ്റംബർ കഴിഞ്ഞിട്ടേ എക്സാം ഉണ്ടാവുള്ളൂ എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞു 3 സെറ്റാണ് നമ്മുടെ സെലക്ഷൻ സ്റ്റേജ് അല്ലെങ്കിൽ സെലക്ഷൻ പ്രോസസ് എന്ന് പറഞ്ഞാൽ CBT 1, CBT 2 ആൻഡ് CBAT. അപ്പോൾ ഇത് ഓരോന്നും എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തേത് CBT 1 ആണ്. സോ ഇവിടെ CBT 1 നമ്മൾ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് എന്നാണ് പറയുക കേട്ടോ. അതിനെയാണ് CBT എന്ന് പറയുന്നത്. ഫസ്റ്റത്തെ സ്റ്റേജിൽ 4 സബ്ജക്ട്സ് ആയിരിക്കും നമുക്ക് ഉണ്ടാവുന്നത്. മാത്സും റീസണിങ്ങും ജനറൽ അവയർനെസ്സും വീണ്ടും ജനറൽ അവയർനെസ് ആൻഡ് കറണ്ട് അഫയേഴ്സും ജനറൽ സയൻസും കൂടിയാണ്. അപ്പോൾ ബാക്കിയുള്ള എക്സാംസിലൊക്കെ ഇത് പൊതുവെ ക്ലബ് ചെയ്തിട്ടാണ് വരിക. അതായത് ഇപ്പം നിങ്ങൾ മറ്റുള്ള സെൻട്രൽ ഗവൺമെന്റ് എക്സാംസിലാണ് പഠിക്കുന്നതെങ്കിൽ അവിടെ ജനറൽ സയൻസിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ജനറൽ അവയർനെസിന്റെ കൂടെ തന്നെ വരും. പക്ഷെ ഇവിടെ ഇംഗ്ലീഷ് ഇല്ലാത്തത് കാരണം റെയിൽവേയുടെ എക്സാംസിൽ ഇംഗ്ലീഷ് ഒരു സബ്ജക്റ്റ് ആയിട്ട് ഉണ്ടാവാറില്ല. അതുകൊണ്ട് തന്നെ ജനറൽ സയൻസും പിന്നെ ജനറൽ അവയർനെസ് ആൻഡ് കറണ്ട് അഫയേഴ്സും സെപ്പറേറ്റ് ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ CBT 1 എന്ന് പറയുന്നത് 1 മണിക്കൂറിന്റെ എക്സാം ആണ്. ഒരു ക്വസ്റ്റിന് 1 മാർക്ക് വീതം തന്നെയാണ് ഉള്ളൂ, അത്രയാണ് വെയിറ്റേജ് ഉള്ളൂ. സോ 1/3 ആണ് ഇതിന്റെ വെയിറ്റേജ്, നെഗറ്റീവ് മാർക്കിന്റെ വെയിറ്റേജ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ എക്സാം പാറ്റേൺ എങ്ങനെയാണെന്ന് കൂടി ജസ്റ്റ് ഒന്ന് നോക്കാം. നിങ്ങൾക്ക് ഇവിടെ കാണാം മാത്സും റീസണിങ്ങും സയൻസും അതിന്റെ കൂടെ തന്നെ ജനറൽ അവയർനെസ് ആൻഡ് കറണ്ട് അഫയേഴ്സും ആണ്. ഇതിൽ അത്യാവശ്യം നല്ല വെയിറ്റേജ് ആണ് റീസണിങ്ങിന് വരുന്നത്. ഡയറക്ട്ലി ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത് റീസണിങ്ങിലാണ്. ഒരു ക്വസ്റ്റിന് 1 മാർക്ക് മാത്രമാണ് വെയിറ്റേജ് ഉള്ളൂ എന്ന് ഞാൻ പറഞ്ഞു. സോ 75 ക്വസ്റ്റ്യൻസിൽ നിന്നും 75 ആണ് ടോട്ടൽ നമ്മുടെ നമ്പർ ഓഫ് മാർക്സ് വരുന്നത്. 1 മണിക്കൂർ 60 മിനിറ്റ്സ് ആണ് എക്സാമിന്റെ ഡ്യൂറേഷൻ. ഓക്കെ, ഇനി നമ്മുടെ CBT 2 അല്ലെങ്കിൽ സെക്കൻഡ് പാർട്ട് CBT, അതിനെ നമുക്ക് 2 ഭാഗങ്ങളായിട്ടാണ് ആക്ച്വലി ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അതിലൊന്ന് നോൺ ടെക്നിക്കൽ പാർട്ടും അടുത്തത് ടെക്നിക്കൽ പാർട്ടും ആണ്. അപ്പോൾ ഇവിടെ ALPയിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കൊരു ട്രേഡ് സെലക്ട് ചെയ്യാം. സോ ആ ട്രേഡ് ബേസ്ഡ് ആയിട്ടാണ് നിങ്ങളുടെ ടെക്നിക്കൽ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ എക്സാമിൽ പാർട്ട് A ആൻഡ് പാർട്ട് B അല്ലെങ്കിൽ പേപ്പർ 1 ആൻഡ് പേപ്പർ 2 എന്നുണ്ടാവും. 100 മാർക്കിന്റെ ഒരു പേപ്പർ 1ഉം 75 മാർക്കിന്റെ ഒരു പേപ്പർ 2ഉം ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക. ഇവിടെയും ഡിസ്ക്രിപ്റ്റീവ് പേപ്പർ ഒന്നും ഇല്ല കേട്ടോ, കംപ്ലീറ്റ്ലി ഒബ്ജക്റ്റീവ് ടൈപ്പ് ആണ്. എന്ന് വെച്ചാൽ ഒരു ക്വസ്റ്റിന് 4 ആൻസർ വീതമുള്ള ടൈപ്പ് ഓഫ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് തന്നെയായിരിക്കും ഉണ്ടാവുക. ആൻഡ് ഇതിന് ടോട്ടലി എന്താ പറയുക, ഇത് 2 എണ്ണത്തിനും കൂടെ നിങ്ങൾക്ക് കിട്ടുന്ന സമയം 2.5 മണിക്കൂറാണ്. അപ്പോൾ പാർട്ട് എയിൽ നിങ്ങൾക്ക് 90 മിനിറ്റ്സ് അല്ലെങ്കിൽ 1.5 മണിക്കൂർ കിട്ടും. പാർട്ട് ബിയിൽ അല്ലെങ്കിൽ സെക്കൻഡ് പേപ്പറിൽ നിങ്ങൾക്ക് 1 മണിക്കൂർ കൂടെ കിട്ടും. ഓക്കെ, 1/3 തന്നെയാണ് നെഗറ്റീവ് മാർക്കിംഗ്. അതിലൊന്നും ഒരു വ്യത്യാസമില്ല, 1/3 ആണ് നെഗറ്റീവ് മാർക്കിംഗ് വരുന്നത്. ഇനി രണ്ടാമത്തെ പാർട്ട് ബി അല്ലെങ്കിൽ പേപ്പർ 2-ലുള്ള നമ്മുടെ കോർ പേപ്പർ അല്ലെങ്കിൽ നമ്മുടെ ട്രേഡ് ഉണ്ടല്ലോ, അത് കംപ്ലീറ്റ്ലി ക്വാളിഫയിങ് നേച്ചർ ആണ്. സോ ഇതിൽ നിങ്ങൾക്ക് 60 മിനിറ്റ്സ് ആയിരിക്കും, 1 മണിക്കൂർ കിട്ടും. സോ അതിൽ 35% മാർക്കാണ് നിങ്ങൾക്ക് പാസ്സാവാൻ വേണ്ടത്. ഓക്കെ, ക്ലിയർ ആയല്ലോ എല്ലാവർക്കും? അപ്പോൾ ഇത്രയും എല്ലാവർക്കും ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇനി ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾ ഏത് ട്രേഡ് ആണ് ചൂസ് ചെയ്യുന്നതെങ്കിലും അതിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിലും അത് നിങ്ങളുടെ ഫൈനൽ മെറിറ്റ് ലിസ്റ്റിലേക്ക് ആഡ് ആവില്ല. ഓക്കെ, നിങ്ങളുടെ ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നത് നമ്മളിപ്പോൾ പറഞ്ഞ പാർട്ട് എയിലെ മാർക്ക് യൂസ് ചെയ്തിട്ടും ഇനി വരാൻ പോകുന്ന CBAT, ഇവിടെ കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് CBAT വരുന്നുണ്ട്, അതിൻ്റെ മാർക്കും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് മെറിറ്റ് ലിസ്റ്റ് ഉണ്ടാക്കുന്നത്. സോ ഇവിടെ നിങ്ങളുടെ ട്രേഡിൽ ആക്ച്വലി ടെക്നിക്കൽ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നതെങ്കിൽ പോലും അവിടെ നിങ്ങൾക്ക് ഹൈ സ്കോർ കിട്ടിയത് കൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. നിങ്ങൾ ജസ്റ്റ് അത് ക്വാളിഫൈ ചെയ്താൽ മതി. അപ്പോൾ അതിലേക്ക് നിങ്ങൾ അനാവശ്യമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, അപ്പോൾ അതിൻ്റെ സ്കീമാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. മാത്സും റീസണിങ്ങും സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗും ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ആദ്യം 100 മാർക്ക് ഉണ്ടാകും. അതിനുശേഷം നിങ്ങളുടെ ട്രേഡ് ഏതാണോ അതിനനുസരിച്ച്
75 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾക്ക് വരുന്നത്. സോ ടോട്ടൽ 175 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസ്, ടോട്ടൽ മാർക്കും 175 തന്നെയാണ് വരുന്നത്. നെഗറ്റീവ് മാർക്കിംഗ് സെയിം ആണ്, 1/3 ആണ് നെഗറ്റീവ് മാർക്കിംഗ്. ഓക്കെ, അപ്പോൾ ടൈമിംഗ് ഒക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. ഇനി ഇത് കൂടാതെ നമുക്കൊരു CBAT അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മാർക്കിൻ്റെ ഏകദേശം 30% നിങ്ങളുടെ ഫൈനൽ മെറിറ്റ് ലിസ്റ്റിലേക്ക് പോകും. സോ നിങ്ങൾക്ക് ഇവിടെ ക്ലിയർ ആയിട്ട് കാണാം, നിങ്ങളുടെ ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് ഉണ്ടാക്കുന്നത് അവിടെ കിട്ടിയ പാർട്ട് A ഓഫ് സെക്കൻഡ് സ്റ്റേജ് CBTയുടെ അതിൻ്റെ 70% മാർക്കും CBATയിൽ നിങ്ങൾക്ക് കിട്ടുന്ന 30% മാർക്കും വെയിറ്റേജ് രണ്ടും കൂടെ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൽ നിങ്ങൾക്ക് പ്രധാനമായിട്ടും വരുന്നത് മെമ്മറി ടെസ്റ്റ് അല്ലെങ്കിൽ തന്നിരിക്കുന്ന ഡിറക്ഷൻസ് വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുക, പിന്നെ ഡെപ്ത് പെർസെപ്ഷൻ, പിന്നെ ഒബ്സർവേഷൻ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അങ്ങനെയുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഈ CBATയിൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് വരും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. സോ ഇവിടെ ഈ വീഡിയോയുടെ ടേക്ക് അവേ പോയിന്റ്സ് എന്തൊക്കെയാ, നിങ്ങൾ വേറെ ഒന്നും കേട്ടില്ലെങ്കിലും ഇത്ര മാത്രം ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക. April 10th നമ്മുടെ നോട്ടിഫിക്കേഷൻ വരും. നമ്മുടെ പ്രഡിക്ഷൻ പ്രകാരം ഓൺലി ആഫ്റ്റർ സെപ്റ്റംബറിന് ശേഷം മാത്രമാണ് എക്സാം എന്തായാലും ഉണ്ടാവുള്ളൂ. സോ ഇവിടെ നിങ്ങൾക്കൊരു 4 മാസം മിനിമം, ഉറപ്പായിട്ടും ഒരു മിനിമം എമൗണ്ട് ഓഫ് ടൈം 4 months നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും പ്രിപ്പറേഷന്. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ പ്രിപ്പറേഷൻ സംബന്ധിച്ച് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾ പേടിക്കേണ്ടത്, സ്ക്രീനിൽ കാണുന്ന ഈ ഒരു നമ്പറിൽ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. അല്ലെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഉപയോഗിച്ചിട്ടും നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. അപ്പോൾ നമുക്കിനി മറ്റൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.